റെയിൽവേ സ്റ്റേഷനുകളിലെ ഫോണുകളിൽ വിളിച്ചാൽ പലപ്പോഴും മറുപടിയില്ല എന്നതാണ് വസ്തുത. ദുരന്ത മുന്നറിയിപ്പുകൾ നൽകാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളുകൾ വിളിക്കുമ്പോഴും ഇത് തന്നെ സ്ഥിതി. യാത്രക്കാർ നിരവധി തവണ റെയിൽവേക്ക് പരാതി നൽകിയിട്ടും പ്രശ്നപരിഹാരമുണ്ടായിട്ടില്ല. റെയിൽവേ പാളങ്ങളിൽ വിള്ളലുണ്ടായാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ നമ്മൾ ആരെ ആദ്യം വിവരം അറിയിക്കും? സ്വാഭാവികമായും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കും നമ്മൾ ആദ്യം ബന്ധപ്പെടുക. എന്നാൽ എത്ര അത്യാവശ്യ കാര്യത്തിനാണെങ്കിലും മിക്ക സ്റ്റേഷനുകളിലെയും ലാൻഡ് ഫോണുകൾ വെറുതെ ബെല്ലടിക്കുകയല്ലാതെ ആരും കോൾ എടുക്കില്ല. കഴിഞ്ഞ ദിവസം തിരൂരിൽ വെച്ച ചണ്ഡീഗഡ് കൊച്ചുവേളി എക്സ്പ്രസിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്ന് യാത്രക്കാരിൽ ചിലർ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വിവരമറിയിച്ചിരുന്നു. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. യാത്രക്കാരുടെ ഈ പരാതിയിൽ നിന്നാണ് റിപ്പോർട്ടർ അന്വേഷണം ആരംഭിക്കുന്നത്. താരതമ്യേന തിരക്ക് കുറഞ്ഞ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ആദ്യം വിളിച്ചു. കുറഞ്ഞത് 10 തവണ ശ്രമിച്ചെങ്കിലും ആരും ഫോൺ എടുത്തില്ല. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക. പിന്നെ നേരെ സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിലേക്ക് ചെന്നു. അപ്പോഴും ഓഫീസ് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടു. ഫോൺ എടുക്കാത്തത് എന്തേ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ലഭിച്ചില്ല. സാർ, എത്ര തവണ ഇവിടുത്തെ ഫോണിലേക്ക് വിളിച്ചെന്നറിയാം, ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇവിടുത്തെ നമ്പർ എത്രയാ? ഇവിടുത്തെ 22. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക. ഇത് ഒരു സ്റ്റേഷനിലെ മാത്രം കാര്യമാണോ? മലപ്പുറം ജില്ലയിലെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലെ അവസ്ഥ എന്താ? നമുക്ക് പരിശോധിക്കാം. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. റെയിൽവേ അധികൃതരുടെ ഈ മനോഭാവം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുറപ്പ്. കേവലം യാത്രാ വിവരങ്ങൾ അറിയുന്നതിന് മാത്രമല്ല യാത്രക്കാർ വിളിക്കുന്നതെന്ന് ഇനിയെങ്കിലും അധികൃതർ ഓർക്കണം. മലപ്പുറത്തു നിന്ന് അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ.